അടുത്തൊരു മൊബൈൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൃഷ്ണമോള് കണ്ടിട്ട് ചോദിക്കുക, എന്താ നിങ്ങളൊന്നും സംസാരിക്കുന്നേ? അച്ഛന് കുറവുള്ളത് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ അടുത്ത് എന്താ മറച്ചു വെച്ച്? ഞാൻ അങ്കിള് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമുക്ക് കുറവുണ്ടെന്ന് അറിഞ്ഞല്ലോ, പിന്നെ എന്തിനാ പറയേണ്ടത്, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് കരുതി എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേട്ടത് രോഹിത് പറയുക, അച്ഛനാണെങ്കിൽ എന്നെയും വിളിച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞേ വരുള്ളൂ എന്ന്. എന്തായാലും അച്ഛൻ പോയ കാര്യം നടത്തിയിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് രോഹിത് വീണ്ടും പറയുക, ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാല സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വീട്ടുകാരെയോ ആരെയോ ഞാൻ ഓർമ്മിച്ചില്ല. ഞാൻ ഏതോ വേറെ ലോകത്തായിരുന്നത് പോലെ എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇനി വേറൊരു ലോകത്തേക്ക് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് ബോറടിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തായിട്ട് എല്ലായിടത്തോട്ട് പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആയിട്ട് പോകുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സിനെ കാണാനും അതുപോലെ തന്നെ പുറത്ത് പാർക്കിലും ഒക്കെ പോയിട്ട് കളിക്കാനൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരുമായിട്ട് കളിക്കാമല്ലോ, അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് മാമച്ചൻ്റെ അടുത്ത്. മാമച്ചൻ പറയുക, അത് ശരിയാണ്, ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും, ഞങ്ങളും കൂടെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുക, എനിക്കും ഇഷ്ടമുണ്ട് വരാൻ, പക്ഷേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മടിച്ച് നിന്നപ്പോഴത്തേക്കും പറയുക, വരണം, എന്തായാലും ഞാൻ മനുഷ്യനെ കൂടെ വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിളിച്ചോ, കുഴപ്പമില്ല, കുറേ നാളായില്ലേ കണ്ടിട്ട് എന്നൊക്കെ പറയുക. അങ്ങനെ രേവതിക്കുട്ടിയും എല്ലാവരുമായിട്ട് പോവുകയാണ് പാർക്കിലോട്ട് കളിക്കാൻ വേണ്ടി. അവിടെയാണെങ്കിൽ ഒരുപാട് കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. അവരായിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് അലീന പറയുക, ഇതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ബബിതയിൽ നിന്നും അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങി ആരുമായിട്ട് ഒരു സഹവാസമൊന്നും ഇല്ലാത്തവരാ, എന്നാൽ ഇവിടെ വന്നില്ലേ നിങ്ങളെല്ലാവരുടെ അടുത്തും വലിയ കാര്യമാണ്. അതുമാത്രമല്ല എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന ഒരു രീതിയായി കഴിഞ്ഞു, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് രേവതിക്കുട്ടി പറയുക, അതിൻ്റെ കഴിവ് ചേച്ചിക്ക് തന്നെ ഞാൻ പറയാറുള്ളൂ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയത്, അത് വേറെ ആരെക്കൊണ്ടും പറ്റില്ല. അത് ചേച്ചിയോട് പോയിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് വീട്ടിലുണ്ടായത്. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി വൈജയന്തി ആൻറ്റിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മാമച്ചൻ പറയുക, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും മോളെ, അപ്പോഴത്തേക്കും നിന്നെയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി ഇതിനെക്കാട്ടും നല്ലതായിട്ട് ആ വീട്ടിൽ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്കതിനോട് ഒരു താല്പര്യമില്ല, എന്തായാലും അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല, അതെനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേട്ടെടുത്തിട്ട് വീണ്ടും പറയുന്നുണ്ട് മാമച്ചൻ, ഓരോ കാര്യത്തിനും എല്ലാത്തിനും ആശ്രയിച്ചുകൊണ്ടിരുന്നത് അച്ഛനെ ആയിരുന്നു. പക്ഷേ ഈ അച്ഛൻ പോയപ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഒരു ഏകാന്തത തോന്നുന്നുണ്ട്. ഇത് കേട്ടത് രോഹിത് പറയാം, അത് ശരിയാ, അച്ഛൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അമ്മയല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിരുന്നത് ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നു ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. എന്തായാലും ആ ഒരു സമയത്ത് തോന്നിയ ബുദ്ധിമോശമാണ്, അല്ല പിന്നെ എന്ത് പറയാനാ എന്ന് രോഹിത് പറയുന്നുണ്ട്. എന്തായാലും ഓരോ കാര്യത്തിന് ഇതുവരെ എത്തിയില്ലേ, ഇനിയാണെങ്കിൽ ബാലചന്ദ്രൻ വരട്ടെ, വന്നിട്ടിൻ്റെ ബാക്കി നമുക്ക് തീരുമാനിക്കാം. ബാലചന്ദ്രൻ എന്തോ ഒരു ഉദ്ദേശത്തോടെ പോയിരിക്കുന്നത്, എന്തായാലും എനിക്കതറിയാം എന്ന് അലീന പറയുന്നുണ്ട്. അലീന രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുക, എന്നെ എന്തായാലും സുരക്ഷിത സ്ഥാനത്ത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്, അതുകൊണ്ട് അച്ഛനെ തേടിയുള്ള യാത്രയിലാണ് എന്ന് പറയുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ, അച്ഛനെ കാണാമല്ലോ, അമ്മയെ കണ്ടുപിടിച്ചു, ഇനി അച്ഛനെ കൂടെ കാണുകയും അച്ഛൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആ നിമിഷങ്ങൾ അതൊക്കെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ വിളിച്ച് അച്ഛൻ്റെ സ്നേഹം എനിക്ക് തന്ന ആ അച്ഛനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മയാണെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല, എൻ്റെ കയ്യെത്തും ദൂരത്ത് അമ്മയുണ്ടായിരുന്നിട്ടും അമ്മ എന്നെ മനസ്സിലാക്കുന്നത് പോലുമില്ല. പിന്നെ ഇതുപോലത്തെ ജീവിതം ആർക്കെങ്കിലും പറ്റുമോ? എൻ്റെ മനസ്സിൻ്റെ വേദനകളൊക്കെ ഞാൻ ആരുടെ പറയണ്ടേ, ഒന്നും എനിക്കറിയില്ല. അച്ഛൻ്റെ അടുത്ത് പറയാനും പറ്റില്ല. അച്ഛനാണെങ്കിൽ എനിക്ക് ആ വീട്ടിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. എന്നെ ഇത്രത്തോളം ആ വീട്ടിൽ പിടിച്ചു നിർത്തിയതും അച്ഛനായിരുന്നു. അതിനി പറ്റില്ല, ഞാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുക.
ആ സമയത്ത് മനു ഫോൺ ചെയ്യുന്നുണ്ട് അലീനയെ. എവിടെയാ? ഞാൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാനങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുക. എന്തിനാ വരുന്നത്? ഇപ്പം നമ്മളെല്ലാവരുമായിട്ട് നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക പാർക്കിൽ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മനു നിൽക്കുന്നുണ്ട്. മനുവിനെ കണ്ടതും അതിശയത്തോടെ അലീന നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ നോക്കി പറയുക, ആ ഇപ്പം മനസ്സിലായി, അലീന ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ വന്നേ. അല്ലെങ്കിൽ പണ്ട് ഞങ്ങൾ അവിടുന്ന് ഈ ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കും വരില്ലായിരുന്നു. അന്ന് അവിടെ ആരും കാണാനില്ലായിരുന്നല്ലോ. ഇന്ന് അലീന ചേച്ചി ഉള്ളതുകൊണ്ടാണ് എല്ലാത്തിനും ഇപ്പം വരുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ കൂടുതൽ പ്രാവശ്യം വന്നത് അലീന ചേച്ചി ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ പറയുക. ഇവർ വെറുതെ പറയുക എന്ന് മനു പറയുന്നുണ്ട്. എന്തായാലും വെറുതെ ആയിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ ഇനി ഞാനപ്പോഴത്തേക്ക് വീട്ടിലോട്ട് കെട്ടിക്കൊണ്ട് പോയാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളിനി അങ്ങ് വരണം എൻ്റെ വീട്ടിൽ ഇനി അലീനെ കാണാൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും കൃഷ്ണമോൾ പറയുക, ഞങ്ങളും വരുമല്ലോ, അങ്ങനെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും രോഹിത്ത് പറയാം, അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്കിത് മനസ്സിലായില്ല. അല്ല, ആ വീട്ടിലാണെങ്കിൽ നമുക്ക് എപ്പോഴും പോകാമല്ലോ, നമ്മളവിടെ വീടല്ലേ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഇത് എൻ്റെ അടുത്ത് പറയുക രോഹിത്ത്. അപ്പോഴത്തേക്കും ദേഷ്യത്തോടെ നിന്നിട്ട് ചോദിക്കുന്നു രേവതി കൊടുത്ത്, നിൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നീ ഇനി എൻ്റെ അടുത്ത് മിണ്ടാനൊന്നും വരണ്ട. അപ്പോഴത്തേക്കും അലീന പറയുക, ഇവർ വന്നപ്പോൾ മുതൽ എപ്പോഴും ബഹളമാണ് രണ്ടുപേരും കൂടെ, എന്നാത്തിനൊന്നും എനിക്കിതുവരെ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അത് ആരെങ്കിലും വേണ്ടേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ, അതുകൊണ്ടാണ്, അതൊക്കെ മാറിക്കോളും എന്ന് മാമച്ചൻ പറയുന്നുണ്ട്. മാമച്ചൻ പറയുക, ഇപ്പം രോഹിത് വീട്ടിൽ വന്നേ പിന്നെ എനിക്കൊരു ആളൊരു ധൈര്യമായിട്ട് ഒരാളെ കൂടെ കിട്ടിയെന്നൊരു തോന്നലുണ്ടായി. അല്ലെങ്കിൽ ഇവരെക്കിടയിൽ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നത് എന്ന് പറയുക. ഇനി ഞാൻ ഇവരെന്ന് വിടില്ല എന്ന് മാമച്ചനും പറയുന്നുണ്ട്.